ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഗോതമ്പൊടിയും പഴവും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പാലും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ടുള്ള ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അങ്ങനെ ഗോതമ്പ് പൊടി നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടേൻ്റെ പാലിൻ്റെ മിക്സില്ല അതിലിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് ഇത് വേണ്ടത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാനിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. ഞാൻ ഇവിടെ നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ വിതറി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടിഭാഗത്ത് മൊത്തം ഇതുപോലെ പഴം വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ കൂട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ തന്നെ അടുപ്പത്ത് ഒരു പഴയ പാന് ചൂടാൻ വെച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ ഇത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.